കോട്ടയം DCCക്ക് മുന്നിൽ KPCC പ്രസിഡന്റിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. KPCCക്ക് വേണ്ടത് മുഴുവൻ സമയ പ്രസിഡന്റിനെ. MP-യും MLA-യും മണ്ഡലം ശ്രദ്ധിക്കട്ടെ, ഒരാൾക്ക് ഒരു പദവി മതിയെന്നും ഫ്ലെക്സ് ബോർഡിൽ സൂചന. കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഗുരുതരമായ വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട്. KPCC-യുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ, അതായത് ഈ ഇരട്ട പദവിക്കെതിരാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യത്തിലൊക്കെയാണ് കോട്ടയം DCCക്ക് ഇത്തരത്തിൽ പ്രതിഷേധ ഫ്ലെക്സുകൾ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിൻഷാദ്, കോട്ടയം DCCക്ക് മുമ്പിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പല ജില്ലകളിലും സമാനമായ രീതിയിൽ ഒരേ രീതിയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. കോഴിക്കോട്ടും ഉയർന്ന ഫ്ലെക്സ് ബോർഡിലെ അതേ വാചകങ്ങളും അതേ ഡിസൈനുമാണ് കോട്ടയത്ത് സ്ഥാപിക്കപ്പെട്ടുള്ള ഫ്ലെക്സിലും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന തലത്തിൽ നേതൃത്വത്തിന്റെ അറിവോടുകൂടി നേതാക്കന്മാരുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരത്തിൽ പല ജില്ലകളിലും ഒരേ സ്വഭാവമുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു നേതാവിന് ഒരു പദവി മതി. MLA-യും MP-യും ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പുതിയ KPCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാചകം. കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കോട്ടയം DCCക്ക് മുമ്പിൽ മാത്രമല്ല, ജില്ലയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസിന്റെ കാര്യാലയങ്ങൾക്ക് മുൻപിലാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ മനസ്സറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരേ സ്വഭാവമുള്ള ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ, അജിംഷാദ്.